ദൈവത്തിന്റെ സ്നേഹത്തെ പലപ്പോഴും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി വെച്ചു ഇത് ചിന്തിക്കുന്ന ഒരു തലം നമുക്കില്ല. നമ്മളുടെ ഇഷ്ടമാണ് ആർക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളുടെ ഹിതപ്രകാരം എന്തെങ്കിലും സ്വന്തം കാഴ്ചയാണെങ്കിൽ നമ്മളുടെ ഹിതപ്രകാരം നമ്മൾ എടുക്കും. നമ്മളോടതിൽ നമ്മളുടെ ഹിതപ്രകാരം അവിടെയും നമുക്കൊരു ചിന്തയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ എന്തെങ്കിലും എന്നുള്ളത് തിരുപിടിച്ചുകളിൽ പലയിടങ്ങളിൽ പറഞ്ഞു. ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു യാഗം ദൈവം സ്വീകരിക്കണമെങ്കിൽ ആ യാഗത്തിന് ചില വ്യവസ്ഥകളെ ദൈവം വെച്ചു. ഇപ്പം ഭണ്ഡാരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കും വേണമെങ്കിലും ഒന്നും എന്തിടാം, കുറ്റനും കൊണ്ടിടാം. അതെ. അപ്പൊ അതിനകത്ത് നിന്ന് ചിലതിനെ നാണയത്തുട്ടുകളിൽ ചിലതിനെ യഹോവ സ്വീകരിക്കും. മനസ്സിലായോ? അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും അല്ല നോക്കണേ, കിളപ്പമൊന്നും നോക്കണേ, അതിനകത്തു നിന്ന് ചിലതിനെ തിരി. അപ്പൊ യാഗത്തിൽ പോലും ദൈവത്തിന് അങ്ങനെ തിരച്ചിലുണ്ട്. അതെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്നൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. അപ്പോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം എന്നൊരു വിഷയങ്ങളാണ്. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു പ്രാർത്ഥന. അപ്പൊ ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന് മാനസാന്തരം വിഷയം വേറെ, എന്നാൽ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിനകത്തൊക്കെ ദൈവഹിതപ്രകാരമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവഹിതപ്രകാരമാണോ നമ്മൾ ഉപവസിക്കുന്നത്, ദൈവഹിതപ്രകാരമാണോ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ തന്നെ ഒത്തിരി ഇതിനകത്ത് കലർന്നു കയറും. കലരുന്നത് എന്താണെന്ന് അറിയുമോ? കുഞ്ഞിനെ ഒന്നും കലർത്താനൊന്നുമില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് കലർത്തുകയാണ്. ഈ അറിവ് കലരാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ജ്ഞാനത്തെ തന്നിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? എന്ത് ജ്ഞാനാ ദൈവം തന്നിരിക്കുന്നത്? ഞാനാ ദൈവം തന്നിരിക്കുന്നത്. അപ്പോ യേശുവിന്റെ പിതാവിനോടുണ്ടായിരുന്നൊരു ജ്ഞാനം, സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്നേഹത്തിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? ജീവനെ തിരഞ്ഞെടുക്കും. പക്ഷെ ആ ജീവനെ തിരഞ്ഞെടുക്കുമ്പോൾ നാം കഴിക്കേണ്ടുന്ന ഒരു യാഗം എങ്ങനെ ആയിരിക്കണം എന്ന് തിരുവെഴുത്തുകയോ നീ അതിനോട് കൂട്ടുകയോ ഉളയ്ക്കുകയോ ചെയ്യരുത്. അപ്പൊ അവിടെ വചനം പറയുന്നു, നിങ്ങൾ ശിശുക്കളെ പോലെ മനം തിരിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യ ഭാഷാക്കാൻ പറ്റാൻ വ്യക്തമായി പറയാം. നമുക്ക് തോന്നും കർത്താവെ മനം തിരിഞ്ഞ് എനിക്ക് ശിശുവിന്റെ മനസ്സുണ്ടായി. ആദ്യ സ്നേഹത്തിലാണ് മനസ്സുണ്ടായത്. പിന്നെ എല്ലാം അറിവാളികളാണ്. നമ്മൾ പെട്ടെന്ന് ഈ ലോകം കടന്നു പോയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയും സംസാരിക്കുന്നു. നമ്മളിലൊക്കെ യാതൊരു നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്നുണ്ട്, നമ്മളിവിടെ വായിടുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് പിന്നെ ആലയം വൃത്തിയാക്കി വെച്ചു. അപ്പൊ ആലയം വൃത്തിയാക്കി വെച്ച് ഇതിനകത്തൊരു സാക്ഷ്യമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആലയം വൃത്തിയാക്കണം, ഇങ്ങനെ വൃത്തിയാക്കണം. മാത്രവും തിരുമ്പെടുക്കാതെ അഴിച്ചു വയ്ക്കണമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ഹിതമായിരുന്നു 4 വർഷമായി ആലയം പെയിന്റ് വാങ്ങി വെച്ചിട്ട് സഹോദരന്മാരെ ഓരോ പലവട്ടം എനിക്ക് ഉണർത്തപ്പെട്ടു. ഇവിടെ നോക്കണ്ട ചെയ്യാനായിട്ട്, എങ്കിലും അവരെ കാത്തിരുന്നു. ഒരു ഇതായിട്ട് തന്നെ ആ കാര്യങ്ങൾക്ക് നിശ്ചയിച്ച അളവിൽ നന്നായി വലിയൊരു ഭാഗമാണ്. പക്ഷെ ദൈവഹിത പ്രകാരം ഒരുക്കപ്പെട്ടുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ എടുക്കുന്നതൊക്കെ ദൈവഹിത പ്രകാരമാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ദൈവഹിതപ്രകാരം എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് വചനവുമായി നമുക്ക് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴാണ് നമ്മൾ ഒന്നെടുക്കുമ്പോ ദൈവകാര്യത്തിലാണോ നമ്മളുടെ കാര്യത്തിലാണോ നമ്മൾ തിരിച്ചറിയുന്നത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവകാര്യത്തിൽ നമ്മൾ എടുക്കുമ്പോ നമ്മൾ ഒരിക്കലും അവിടെ ചിലവോ കൂടുതലാണോ
ആൾക്കാരുടെ കണക്കോ എടുക്കരുത്. അവൻ ശാപമാണ്. ഉള്ളത് പറയാം. നമുക്ക് അവിടെ പോയിട്ട് വീട്ടിൽ പോയി കൊടുത്ത മീൻ വെച്ച് കൂട്ടാം. ദൈവജനത്തെ എണ്ണുവാനോ ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കും. ഒരാൾക്ക് വേണ്ടി നമ്മൾ പായ പിടിച്ച് എങ്ങനെ കഴിക്കും? ഒന്നും നേരെ ഇടത്തില്ല. പകുതി ചുരുട്ടി വെച്ചിട്ട് നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു ദൈവം ഗോതമ്പ് മണി നെൽമണിയൊക്കെ വിളയിച്ചിരുന്നേ. ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ലോകത്തിന്റെ വ്യാപ്തിയിൽ ദൈവം വേണ്ടതെല്ലാം സമൃദ്ധിയോടെ വെച്ചു. ദൈവം തന്ന സമൃദ്ധി നമ്മുടെ അകത്തൊരു സമൃദ്ധി. തെങ്ങ് നട്ട് ഒരു കായാണ് വരുന്നത്. അങ്ങനെ ആയിരുന്നു കായ്ക്കുന്ന ഒരു തെങ്ങിനെ നമ്മൾ എത്ര നാൾ വീട്ടിൽ നമ്മൾ വഴി ഒന്ന് മതിയെന്ന് പറയും. പക്ഷെ നമ്മൾ ദൈവകാര്യത്തിൽ എടുക്കുമ്പോൾ അരയെടുക്കുന്നു. അവിടുത്തെ നമുക്കൊരു ചുരുക്കം. ദൈവത്തെ മുരിങ്ങയുടെ കാഴ്ച ആ മാസം ആ മുരിങ്ങയുടെ ദൈവത്തിന് അറിയുന്നു. അറിയില്ലേ? ഉച്ചൂടെ നമ്മളെന്താ പറയും? ഇത് ഭ്രാന്തിയുടെ കാര്യം മടുത്തു മാവയാ കാഴ്ച 5 ദിവസം കഴിക്കുമ്പോൾ ഓണൊഴുകി കണ്ണു തട്ടി കണ്ണു വെച്ചിട്ടാ പോണേ. പക്ഷെ നമ്മളെ മാവിൽ ഇങ്ങനെ നിറച്ച് കാഴ്ച പറിക്കാനാണില്ലാതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോകും, ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോകും. ഇങ്ങനെ ദൈവത്തിന്റെ വിശാലത കാണും. ഈ കടലില് ഈ ലോകത്തുള്ള പല മുക്കുമാരും പല ആൾക്കാരും ബിസിനസ്സുകാരും ഒക്കെ വാരിക്കോരി എടുത്തിട്ട് മീനിനൊക്കെ പോകണം. നമ്മളാണെങ്കിലും നമ്മൾ നടന്നാണെങ്കിലും 12 പറഞ്ഞു 11 വിചാരം ഈ ഒരു ചിന്താഗതി നമ്മളിൽ നമ്മൾ കർത്താവിനെ പോലെ ചിന്തിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നില്ല 12 പിന്നെ അവരെന്ത് ചെയ്തെന്ന് ചോദിക്കുന്നേയില്ല. അത് ആർക്കെങ്കിലും കൊടുത്തോ, വീട്ടിൽ പൂട്ടി വെച്ചോ, നാളത്തേക്ക് കരുതി വെച്ചോ, ഇതെല്ലാം കയ്യിലെടുത്തിട്ടില്ല. അടുത്ത ദിവസം ഇത് കറക്റ്റല്ലേ? കറക്റ്റല്ലേ? സമയത്ത് ചില കാര്യങ്ങളെ ദൈവം വിളയിക്കുന്നത് 100 പേര് വിളയിച്ചു. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ദൈവമക്കൾക്ക് എപ്പോഴും ഒരു വിശാലമായ വീക്ഷണമാണ്. ഹല്ലേലൂയ. എന്നെ വിളിച്ച ദൈവത്തിന് എന്നെ പോലെ ആയിരങ്ങളെ പിടിപ്പാൻ കഴിയുന്നു. എന്നെ രക്ഷിച്ച ദൈവത്തിന് എന്നെ പോലെ മറ്റുള്ളവരെ പിടിപ്പിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ അളവ് പോലും വെച്ചിട്ട് ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ കാലഘട്ടം ചിന്തിച്ച് തീരുമ്പോൾ തന്നെ നമ്മൾ ഉടനെ നെഗറ്റീവ് തീരും ചെയ്യരുത്. ഇപ്പോ നമ്മൾ ഓടിയിരുന്നില്ല ദിവസങ്ങളിൽ വന്നിരിക്കും. നമ്മൾ ദൈവത്തിന് മുമ്പായിരിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കാനാണ്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനിരിക്കുന്നത് ദൈവത്തെ തന്നെ. ദൈവവചനം തന്നെയാണ്. പക്ഷെ ദൈവത്തെ തന്നെ നാം പ്രാപിച്ചു. അതിൽ കുറഞ്ഞൊരു കാര്യം ചെയ്യും. ഇതിന്റെ വന്ന ദിവസം കാര്യം സൈക്കിൾ പറയാണ്. അല്ല, നിങ്ങൾക്ക് അയാളുടെ മക്കളോട് അയാൾ പറയാൻ, നിങ്ങൾക്ക് ഇപ്പോ ഈ നന്മകളൊക്കെ അനുഭവിക്കാൻ കാരണം ഞാൻ രക്ഷിക്കുന്നു. ഒരുപാട് നന്മകളൊന്നുമില്ല പറയും. എന്നാലും ഇവിടെ പറയാണ്, ഞാൻ യേശുവിനെ അറിയാതിരുന്നെങ്കിൽ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. നമുക്ക് ഇച്ചിരി കുറവെന്ന് തോന്നിയാൽ നമുക്കത് നിന്ന് പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ?
ചിലർക്ക് നിന്ന് പോകുമ്പോ നമുക്കത് നിന്ന് പോകും. യാഗം വ്യവസ്ഥ പ്രകാരം ആയിരിക്കണം. ദൈവപുസ്തകത്തിലൊക്കെ ഇങ്ങനെയൊക്കെ യാഗം ഇങ്ങനെ ആയിരിക്കണം. നീ അതിനെ കഴുകണം, നീ അതിനെ കുളിപ്പിക്കണം, നീ അതിനെ വൃത്തിയാക്കിക്കൊണ്ട് കിടത്തണം, കൈ അതിന്റെ ബ്ലഡ് സൂക്ഷിക്കണം. അതിന്റെ വവ വരെ എഴുതി. വവ എന്നും നമുക്കൂടെ അറിയില്ല. അതിന്റെ ഇന്ന ഭാഗം എടുത്ത് നീ തീ ദഹിപ്പിക്കണം, നീരാജനം അർപ്പിക്കണം. എന്തെങ്കിലും കൂടെ മലയാളം പഠിക്കണം. ഇങ്ങനെ എത്ര വ്യവസ്ഥ പ്രകാരം ഇതൊക്കെ ദിവസം പറയാണ്. ഇന്ന് അങ്ങനെയൊക്കെ യാതൊരു കഴിക്കുന്ന ആ പുരോഹിതൻ ഇറങ്ങി വരുമ്പോൾ ഇറച്ചിക്കടയിൽ ഇറച്ചി പക്ഷെ അതിനകത്ത് കേട്ടപ്പോ നമ്മൾ തിരിച്ചു ഞാനൊന്നും പക്ഷേ അറിഞ്ഞതാണ് ദൈവമാണ്. എനിക്കിത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ദൈവത്തിന് നാം സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ഒരു വ്യവസ്ഥ ഉണ്ട്. കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് കർത്താവോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വൃത്തം തുടങ്ങി അവര് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 10 പേരും 10 പേരും അവരോടെ ചോദിക്കുന്നു. കാരണം ഇവിടെ ഒരുമിച്ച് കുറെ കാലം ഉണ്ടായില്ല. ഒരു കുഷ്ഠരോഗിയായിരുന്നു പോലും ഒരുമിച്ച് ജാതിയില്ല, മതമില്ല, ശബരിയക്കാരനെന്നില്ല. ശബരിയോട് ഒരിക്കലും കൂടാത്തല്ല. രോഗം വരെ ഒരുമിച്ച് കൂട്ടി. ജലപ്രളയം വന്നപ്പോ എല്ലാവരും ഒരു വീട്ടിലും ഒരു കട്ടിലും എടുത്ത് കിടന്ന് വന്നപ്പോ സർവ്വ സാഹോദര്യ ബന്ധമാണ്. അവിടെ കഴിഞ്ഞപ്പോഴും ഗവൺമെന്റ് ആളായി മറ്റേ പാർട്ടിയെ ഇതെല്ലാം മാറി. ഇതുപോലെ സൗഖ്യമായപ്പോ അവർ 9 പേരും ഇവിടെ പോയി. യെരൂശലേം ദേവാലയത്തിൽ മൊത്തം പുറത്തുപോയി. ആ പുറത്തായവരെ കാത്ത് ആലോചിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരം യാഗം കഴിക്കാൻ നമുക്ക് വരും. ഓരോ ഉപവാസ പ്രാർത്ഥനയും ഓരോ ഉപവാസത്തിൽ ഇരിക്കുമ്പോഴും ദൈവം സംസാരിക്കണം. 1. 2, ഒരിക്കലും ചടങ്ങിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ എപ്പോഴും ദൈവം എന്നോട് വ്യത്യസ്തമായി എന്തെങ്കിലും ഇടപെട്ടോ എന്ന് അന്വേഷിക്കും. ഇടപെട്ടില്ലെങ്കിൽ ഇടപെടാൻ വേണ്ടി കുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഒരു ഫ്ലാസ്കിൽ ഒരു സ്റ്റെപ്പ് കയറുന്നതാണ്. ആചാരം വെടിവെച്ച് പോലെ ആകും. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ 36 സ്റ്റെപ്പ് താഴേക്ക് ചാടുന്ന പോലെ ആകും. ഹല്ലേലൂയ. അവിടെ നാൾക്ക് നാൾ വചനം എന്ത് ചെയ്തോളണം? ഭക്ഷിച്ചു പറയണം. നാൾക്ക് നാൾ വചനവുമായ ആഴത്തിലുള്ള ബന്ധം വിമർശിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നതുണ്ടാവും. ആ ടൈമോടെ നിങ്ങൾ പുറപ്പെട്ട് പോവുകയും നമ്മളത് കാണുക. അപ്പൊ ഈ വാക്ക് പറഞ്ഞ എന്നോടാണെന്ന് ബോധ്യമുണ്ട്. അത് ഉപസിതരും ഇല്ലെങ്കിൽ ആ വാക്കുകളുണ്ട്. ഇല്ലെങ്കിൽ പറയുന്നല്ലോ നീ ഉയർന്നാണ്, നീ പ്രാപ്തനാകാറുണ്ട്, നീ വിദ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങള്. നീ പോകയിൽ സൗഖ്യമാകുന്നു, നീ പോകയിൽ ഒരുക്കപ്പെടുന്നു, നീ പോകയിൽ തന്നെ ദൈവത്തെ അറിഞ്ഞുകൊണ്ടേ. നമുക്ക് നിൽക്കാൻ വ്യവസ്ഥയില്ല. മുന്നോട്ട് പോകാം. ഓരോരുത്തരും വ്യവസ്ഥ പ്രകാരം ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന കൈപ്പെടാം. ആമേൻ. ശിശുക്കളെ പോലെ മനംതിരിക്കാൻ എനിക്ക് ആവുന്നുണ്ടോ ഇല്ല, എനിക്ക് എന്നെ താഴ്ത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല. എപ്പോഴും പറയണത് ഈ നിന്നെ തന്നെ താഴ്ത്തുകയെന്ന് പറയണം. നടക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു രസത്തിന് വേണ്ടി പറയാൻ ദൈവമേ നമ്മളുടെ കൂടെയുള്ള വലിപ്പമുള്ളവരെ പോലും മാനിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കൂടെയുള്ള നിങ്ങൾക്ക് തന്നെ എത്ര കല്യാണം മാസങ്ങളൊക്കെ എത്ര കഴിയില്ല. അതിന്റെ ദൈവത്തിന്റെ അതോറിറ്റിയിൽ നിങ്ങൾക്ക് ആ സ്നേഹത്തിൽ പെരുമാറാൻ ഉപദേശം കൈക്കൊള്ളാം. ഞാൻ എത്ര പറയാം, മക്കള് പറ്റുന്നില്ല ദൈവത്തിലുള്ള. അതുകൊണ്ടാണ് പത്രോസ് മൂപ്പന്മാർക്ക് കീഴടങ്ങുമെന്ന് എന്ന് പറഞ്ഞത്. മൂപ്പന്മാർക്ക് കീഴടങ്ങാത്തവൻ ആർക്കും കീഴടങ്ങുന്നില്ല. ദൈവത്തിന് കീഴടങ്ങാത്തൊരു സ്വഭാവം അവര് കിടക്കുവാണ്.
ദൈവത്തിന് കീഴടങ്ങാത്തൊരു സ്വഭാവം കിടന്നാണ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? വലിയവന് നെണ്ണുവാൻ കഴിയാതെ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തു യുദ്ധത്തിലാണെന്ന് പറഞ്ഞു. സത്യം ക്രിസ്തു നിമിത്തം നമ്മൾ യുദ്ധത്തിലാണെങ്കിൽ യുദ്ധം അവസാനിക്കുകയല്ലേ ചെയ്യുന്നു. കർത്താവിനാണെങ്കിൽ യുദ്ധം ഉണ്ടായി, പത്രോസും യുദ്ധം ചെയ്തതാണ്. ആമേൻ. കർത്താവിനോട് യുദ്ധം ചെയ്തില്ല. അതുകൊണ്ട് പറയുന്നത് വ്യവസ്ഥ. ഞാനിത് പറഞ്ഞത് നിങ്ങളെന്നെ മാനിച്ച് ഞാൻ പറയുന്നു, മാനിച്ച് അനുസരിക്കേണ്ടതനുസരിച്ച് ദൈവത്തിന് യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത് 9 മണിക്ക് ആരാധനയ്ക്ക് എത്തണമെന്നും വിചാരിച്ചാൽ നടക്കുന്നു. പറ്റൂല? പറ്റുമോ? പറ്റും. തലേ ദിവസം ഒരുങ്ങണം. എനിക്ക് ദിവസത്തിലേക്കൊന്ന് എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ ഓടിച്ചേരണം. എനിക്ക് അതിനകത്ത് റോളുണ്ടോ വിചാരിച്ച് നടക്കുന്നു. അവിടെ പോയിട്ട് ആരെങ്കിലും പത്രങ്ങളത്തിൽ ഞാൻ അറിയേണ്ടത് പ്രാർത്ഥിക്കും. വായിടേണ്ടത് ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് ദൈവകാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് എന്ത് ചെയ്തു? ചിന്തിക്കുക. ആമേൻ. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം ദൈവഹിതപ്രകാരം നമ്മുടെ ലൈഫ് നമ്മൾ ചെയ്യും. ദൈവഹിതപ്രകാരം നമ്മുടെ ക്രിസ്തീയ ലൈഫിനകത്ത് നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്നത് ഇത് പറയാം. പരാജയങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. വിജയത്തെ കുറിച്ചും കർത്താവിന്റെ വചനത്തെ കുറിച്ചും സന്ദേശം പോസിറ്റീവായിട്ട് ചിന്തിക്കും. ആമേൻ. ഹല്ലേലൂയ. ഓരോന്നും പരിശോധിച്ച് അവിടെ ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെട്ടാൽ വലിയ അനുഭവത്തിലേക്ക് പോകും. ആമേൻ. അപ്പൊ കുറ്റം കൂടാതെ തന്നെ തേജസ്സിന്റെ മുമ്പാകെ നിർത്തുവാൻ കഴിവുള്ളവരിൽ ആശ്രയിക്കും. ആമേൻ. നമ്മളുടെ നീതി കൊണ്ട് നമ്മൾ ഒരിക്കലും സ്വന്തരാജ്യത്ത് ആരും കരുതൽ. അതാണ് നിങ്ങൾ എന്നെ കൂടെ അംഗീകരിക്കുന്നത്. കർത്താവിനെ കൂടെ നിരന്തരം നടന്നു നോക്കട്ടെ. ഇങ്ങനെ മാറിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി തമാശല്ല, സത്യം. യേശുവിന്റെ ആളെ ബാത്റൂമിൽ കയറിയ വീട്ടിലെന്തൊക്കെയല്ല നാളെ കൂടെ ചോദിക്കാണെങ്കിൽ സംഗീതം കയറി സെലിബ്രിറ്റികളുടെ അവിടെ തുടങ്ങിയിട്ടുള്ള ഇസ്രയേലിൽ നിന്ന് തുടങ്ങി ഇവരെ കൊണ്ട് കനാൻ ദേശത്തേക്ക് എത്തുന്ന പലർക്കും ഈ ദൈവം താല്പര്യം പിന്നെ പകൽ നേരസ്തംഭം, രാത്രി ദൈവസ്തംഭം, പിന്നെ മന്നാതെ ഇതും കഴിഞ്ഞ് പലകിട്ട് പാറയിൽ വെള്ളം കിട്ടാത്ത അടിയിലേക്ക് പാറയിൽ വെള്ളം ഒന്നും ഇതിന് കുറവില്ല. അതുകൊണ്ട് അവർക്ക് കുറവില്ലാതെ തന്നവനെ പിടിച്ചില്ല. ദൈവം മറവിൽ വസിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഏതാണ്? നിന്നോട് കൂടെ ഇരിപ്പാൻ, നമ്മോട് കൂടെ ഇരിപ്പാൻ ഞാൻ പറഞ്ഞത് ശരിയല്ല.
ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യേശു കൂടെ പുറകെ കേൾക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെടും, ന്യൂസ് ഇഷ്ടപ്പെടും. വേറൊക്കെ പോകാനില്ലേ അവിടെ അവിടെ പോലില്ല. ഇല്ല പോലെ അവിടെ വേറെ ആളും താമസിച്ചോട് പോകാൻ ഭാവിച്ചു കിടക്കുമ്പോ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ കാരണം, ഈ കർത്താവ് കാരണം വേറൊരു പാപം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ തോന്നും. കളർ വല്ല നോക്കാം, പോസ്റ്റർ നോക്കാൻ പറ്റും, ബോർഡ് നോക്കാൻ പറ്റും. ഒന്നും പറ്റുന്നില്ല. ഇതെല്ലാം പന്ത്രണ്ടായിട്ട് യഥാർത്ഥത്തിൽ ആത്മാവ് അങ്ങനെയുണ്ട്. അത് ആത്മാവായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ശരീരം, ആത്മാവ് ശരീരം ധരിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇത് നമ്മൾ ഇത്രയേറെ പാപം ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയാണതില്ല. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഹൃദയമായി ചോദിക്കാം. നമ്മളെന്താ കൂടുതൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യം അമേരിക്കയിൽ അയക്കാനല്ലേ ഞാൻ വന്നാൽ ഇന്നലെ പറഞ്ഞു. അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടല്ല, നിത്യതയിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാം. ദൈവഹിതപ്രകാരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് പറയുമ്പോ നമ്മളുടെ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. കർത്താവ് തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കർത്തൃത്വത്തെ മാനിക്കാൻ നമുക്ക് കഴിയും. നമ്മളുടെ തിന്മകളിലെ നമ്മളിൽ വെളിപ്പെട്ട ദൈവവചനത്തിന് വിരോധമായ ആ ഭാവങ്ങളെ നാം വിവേചിച്ചറിയണം. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. ദൈവവചനത്തിന് വിരോധമായ നമ്മളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന വിഷയങ്ങളെ നമ്മൾ സാഹചര്യം കൊണ്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ടെംപ്റ്റേഷൻ കാരണം പാപം ചെയ്തു പോയി എന്ന് പറയരുത്. പാപം പാപമായി തന്നെ. ആമേൻ. സാഹചര്യം കൊണ്ട് കള്ളം പറയാൻ പറ്റും, സാഹചര്യം കൊണ്ട് വെട്ടിക്കൊള്ളാൻ പറ്റും, സാഹചര്യം കൊണ്ട് വ്യഭിചാരം ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പറ്റും. ഒരു കാര്യമുണ്ട്, ആത്മാവായ ദൈവത്തിലൂടെ. ഹല്ലേലൂയ. ദൈവം തന്നെ ജാതിന്റെ കയ്യിൽ ഒരുമിച്ച് കൊല്ലിച്ചതെന്നാണ്. അവർ ചോദിക്കുകയാണ്, ദൈവം നീ ഞങ്ങളുടെ ഹൃദയം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഭവിക്കുന്നു? കർത്താവ് കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ കർത്താവിന്റെ കൂടെ. അതുകൊണ്ട് കർത്താവിന്റെ കൂടെ നിൽപ്പാണ്. 40 വർഷമൊക്കെയാണ് ശിക്ഷിച്ചത്. നമ്മൾ 40 വർഷമായി നമ്മുടെ ഒരു ഭാവമുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇനിയിപ്പോ ഒരു 19 വയസ്സ്. വളരെ നിസ്സാരമായിട്ടൊന്നും പറഞ്ഞത്. 40 വർഷമൊക്കെ പ്രവാസത്തിലെ എന്ന് പറയുമ്പോ ഇപ്പൊ 40 പോയ പിന്നെ 80 പ്രവാസം കഴിഞ്ഞത് എപ്പോഴാ? 80. 10 വർഷത്തിന് മുമ്പ് ആരോഗ്യം നമുക്കിപ്പോ ഉണ്ടോ? ഇല്ല. പ്രവാസത്തിൽ ഹല്ലേലൂയ. എന്ന് പറയാറുണ്ട്. ജൈവത്തിൽ നിന്നും പറയും പോയിട്ട് വരെ 40 വർഷക്കാര്യം 70 ഇസ്രായേൽ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യോശുവയ്ക്ക് എത്ര വയസ്സുണ്ടായിരിക്കും? 40 വയസ്സുണ്ടായിരിക്കും. മോശയ്ക്ക് എത്ര വയസ്സുണ്ടായിരിക്കും? 80. അത് മാത്രം നഷ്ടപ്പെടുത്താൻ ഒരു സമയമില്ലതാണ്. ദൈവസന്നിധി നമ്മൾ തന്നെ ഓരോരുത്തരും അനുഭവിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെ പരിശോധിക്കും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ചിന്തകളെ പരിശോധിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ. അതിന്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കണം. ആത്മാവായ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. എന്റെ ആലയത്തെ കാക്കുന്നവനെ, എന്റെ ടെമ്പിളിനെ കാക്കുന്നവനെ. ഇവിടെ കഴിയുന്നത് കർത്താവ് പറയാണ്, നീ ഈ ടെമ്പിളിന്റെ നീ ഇപ്പൊ എന്റെ ആലയം. അതങ്ങനെ വിട്ടു. ദൈവം പറയാണ് നീ എന്റെ ആലയം. അപ്പൊ അതൊക്കെ സംഭവിച്ചു. ശക്കരിഞ്ഞിറങ്ങി
ദേവാ ഹല്ലേലൂയ. നീ ഇറങ്ങി കഴിഞ്ഞു കർത്താവേ, ഇനി എന്റെ ആളെ ഇത് നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ ഇറക്കത്തില്ല. നമ്മുടെ ഇറക്കിയതെല്ലാം അവൻ അവന്റെ വാസസ്ഥലമായ ഈശ്വരനെ അവൻ തിരഞ്ഞെടുത്തു. എന്നെ അവൻ തിരഞ്ഞെടുത്തു. കർത്താവ് നിബന്ധന വയ്ക്കാൻ, നീ എന്റെ ആരെ കുറിച്ച് പിന്നെ ഞാൻ നീ ആരെ കുറിച്ചാൽ ഞാൻ നിന്നോട് എന്റെ വാക്കുകളുടെ വാദം തുറന്നാൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്നോടുകൂടെ ഇരിക്കുകയും അത്താഴം കഴിക്കുകയും നിന്നോടുകൂടെ കിടന്നുറങ്ങുകയും അത്താഴം ഉറപ്പുണ്ട്. നിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു കാരണം വേണ്ട. അതുകൊണ്ട് കർത്താവ് കുടിക്കും. ആമേൻ. ഹിതപ്രകാരമുള്ള ഒരു യാഗമായി, ഒരു ആലയമായി മാറും. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടേണ്ടതില്ല. വിശ്വാസം ദൈവഹിതപ്രകാരമുള്ള ഒരു ആലയമായി. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങളിൽ ഇരിപ്പാം. ഇവരുടെ കാര്യങ്ങൾ ആത്മാവിന്റെ സമയത്ത് എഴുതിവെക്കണം. മൂന്നാം വാർത്തകൾ വായിക്കണം. ദാവീദിന്റെ ആ സങ്കടത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. 51 സങ്കീർത്തനത്തിന്റെ ഈ മുതൽ കുറച്ച് വായിച്ചാട്ടെ. ഈ വാക്യങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണം. എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ അകൃത്യങ്ങളെ നീ ഒന്ന് പോക്കണം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യങ്ങളൊക്കെ പോക്കണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യങ്ങൾ കേട്ടോ. ദൈവം നീ കഴുകിയിട്ട് ഞാൻ യേശു വന്നിട്ട് പൗലോസ് പത്രോസിനെ കഴുകുന്നതാണ്, കാല് കഴുകുന്നതാണ്. ഞാൻ കഴുകാൻ നിനക്ക് എന്നോടുകൂടെ വെളിപ്പാട് ദാവീദ് പറയാണ്, ദാവീദ് നീ കഴുകാത്തോണ്ട് നീ കഴുകാത്തോണ്ട് നമ്മൾ കഴുകി ഏൽപ്പിച്ചു കൊടുത്തു. തല കൊടുക്കും, കൈ കൊടുക്കുക, കൈയിന്റെ പുറം കൊടുക്കും, ആ കൊടുക്കാൻ പാവം ചെയ്യണം. ഡോക്ടർമാരുടെ പറയുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം, നമ്മൾ കിടക്കുന്ന പറയും കൈയെടുക്കാൻ നിൽക്കുന്ന നഴ്സുമാരായതുകൊണ്ട് പിന്നെ സൗദി കാണിച്ചു കൊടുക്കാനും മതി. ഇങ്ങോട്ട് കിടക്കുക, മൂത്ത നഴ്സുമാരും പറയും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കാൻ പാവം ചെയ്യണം. ഹല്ലേലൂയ. പറയാണ്, നീ എന്നെ നന്നായി കഴുകണം. എല്ലാവരും പറഞ്ഞാട്ടെ, യേശുവേ നീ എന്നെ തേച്ചൊരയ്ക്കാൻ. തേച്ചൊരച്ച തീരും. ഇച്ചിരി ആ ബ്ലഡ് വീഴുമ്പോ തന്നെ ശുദ്ധിയാവും. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എന്താണെന്ന് എന്റെ മുമ്പിൽ തന്നെ എത്ര മനസ്സിലായി. ഈ ഒരൊറ്റ വാക്കാണ് ദാവീദിനെ കുറിച്ച് എന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് കർത്താവ് പറയാം. മറ്റൊരു ഭാഗത്ത് ദാവീദ് ഇരിക്കുമ്പോ ദൈവത്തിന്റെ പെട്ടകം പുറത്തിരിക്കുന്നത് കണ്ടിട്ട് ദാവീദ് പറയുക, ഞാൻ എന്നെ ഇവിടെ ആക്കി എന്റെ ദൈവത്തിന്റെ പെട്ടകം പുറത്തിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ഒരു ആലയം, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ പറയുന്നുള്ളൂ, എന്റെ പാപം എന്റെ മുമ്പിൽ. നമുക്ക് നമ്മുടെ പാപങ്ങൾ ആരുടെയും തലയിൽ കെട്ടിവെക്കാൻ എത്രയും പെട്ടെന്ന് ആരുടെയും തലയിൽ ചെയ്യും. ശരി, സാഹചര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്തതല്ല, ഞാൻ വീണ് പോയതാണ്, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ചെയ്തു പോയതാണ് എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടം.
അറിയാലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ദാവീദിന് കാര്യം മനസ്സിലായി. കള്ളം പറഞ്ഞ ഒരു കാര്യം ഊറിയാവിനെ കള്ളം പറഞ്ഞ് അതുകൂടി എല്ലാം കൂടെ പുതുക്കായി ആകും കൊലപാതകമായി ആകും. അതുകൊണ്ട് എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കും. അതിന് തിരിച്ചറിവാണ് ഈ പറയുന്നത്. നമ്മൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ പറയണം, നിഷ്കളങ്ക ഭാവം എനിക്ക് വരണമെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് പാപത്തെ പുറത്താക്കാം. എന്റെ അകത്ത് വസിക്കുന്ന പാപ സ്വഭാവങ്ങളെ ഞാൻ പുറത്താക്കാം. എന്റെ പാപത്തെ ഞാൻ പുറത്തെടുത്തിട്ട് പറയും. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എന്റെ അകത്തിനെ ഒളിച്ചു വെക്കുന്നില്ല, എന്റെ മുമ്പാകെ ഇതാ ഞാൻ പുറത്തു വയ്ക്കുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ബോധ്യം വേണം. ഇനിയും ബർശേബമാർ കാണും. ഇപ്പൊ എനിക്കൊരു ബോധ്യമുണ്ട്, ഇനി ബർശേബമാർക്കും കാരണം എന്റെ സ്വസ്ഥത നശിച്ചു. എന്റെ സ്വസ്ഥത എന്ത് ചെയ്തു? നശിച്ചു പോയി, സമാധാനം പോയി. രാജകാര്യങ്ങൾ നോക്കി നടന്നത് ദാവീദിനെ ഊറിയാവിനെ ഇങ്ങനെ കൊല്ലാം. ആകെ ടെൻഷനായി. ഇതെല്ലാം കഴിഞ്ഞ് ദൈവസാന്നിധ്യവും പോയത് നിലവിളിച്ചു പോയി. മനുഷ്യരെന്ന് പറയുക, നീ എന്നെ കഴുകണം, നീ എന്നെ പറയാൻ നന്നായി കഴുകണം. കാരണം എന്റെ അകൃത്യം ഈ ശരീരത്തിന്റെ മേൽ, ദേഹിയുടെ മേൽ ആഴങ്ങളിൽ നിന്ന് കിടക്കുന്നത്. 51 വായിച്ചു. അപ്പൊ ഈ പാപം കൺമുമ്പിൽ വെച്ചിട്ട് പറയാണ്, ഈ പാപം ആരോട് ചെയ്തത്? നിന്നോടാണ് പാപം ചെയ്തത്. നിനക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്നിൽ നിന്ന് പുറത്തു വന്ന് ചെയ്തത്. നമുക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ദൈവം ഇടപെട്ടുണ്ടാവില്ലേ? പക്ഷെ ഈ പാപം ചെയ്യാനുള്ള, ദൈവത്തിന് കീഴടങ്ങാനുള്ള സ്വഭാവം ഇല്ലാത്തവൻ പാപം ചെയ്തതിനു ശേഷമേ പ്രാർത്ഥിക്കാൻ. അതിനകത്ത് വേറെ ഒരു ഉപദേശവും ഇല്ല. പരിശുദ്ധാത്മാവിനെ നീക്കുകയും. അടുത്ത വായിക്കും. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും ചിരിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ എന്റെ അകത്യത്തിലൊഴിവായി, പാപത്തിൽ എന്റെ അമ്മ എന്റെ ഗർഭം ധരിച്ചു. അവിടെ ഒരു തരത്തിലാണ് ഞാൻ അകത്യത്തിൽ ഒഴിവായി പോയി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പാപം ചെയ്യത്തില്ല. അവിടെ മനുഷ്യന്റെ ബലഹീനത കുഴപ്പമില്ലായിരുന്നു. എന്റെ അമ്മ അപ്പം പാപിയാണ്. ഞാൻ ഒരു കുഴപ്പമില്ലെന്ന് പോയതാണ്. പക്ഷെ എന്നെ നോക്കി പോടാന്ന് പറഞ്ഞ കുഴപ്പമില്ല, തെറ്റിപ്പോയി എന്നാലും ഞാൻ മുഴുവനായി ഞാനല്ല കുറ്റക്കാരൻ. ശരിയല്ലേ? എന്താ വേണ്ട ഓടാകി കൂടെ അവിടെ തന്നെ. അതിന് മുമ്പിൽ കൂടി പോകുമ്പോഴായി അപ്പൊ ഇവിടെ പറയാണ്, നിന്റെ അകത്തൊരു സത്യമുണ്ട്. ദാവീദിനൊരു കാര്യം മനസ്സിലായി. എത്ര പുറംപോയിച്ചിട്ട് സംഗതികൾ ഒരു അനക്കും വരുന്നില്ല. ഇതെല്ലാം നമ്മളങ്ങനെ ചിലപ്പോ ഈ ചില ആൾക്കാർക്ക് ഇങ്ങനെ പൊക്കി കല്ലാണ്. ഞാൻ ഇത്രയും കിട്ടിയിട്ട് മനസ്സിലാവണം. അവരൊരു കാര്യം മനസ്സിലായി. ഇതൊന്നും പറയുന്നത് യഹോവ കുലുക്കുന്നില്ല. യഥാർത്ഥമായ ഒരു മാനസാന്തരം വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവം കുടുങ്ങത്തില്ല. ആമേൻ. സാഹചര്യം അനുസരിച്ച് മാറുന്നതിനൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊടുങ്കാറ്റുകളെ കയറി വരുമ്പോ നീ കിടന്ന് എന്ത് ചെയ്യും? കരയും. ഞാൻ കൈ നീട്ടിയപ്പോ നീ എന്ത് ചെയ്തില്ല? കൈ തന്നില്ല. ഞാൻ നിനക്ക് വാക്ക് പൊടിച്ചു തരുമായിരുന്നു, നിനക്ക് വേണ്ട. നീ ഓടിപ്പോയി ഇവിടെ പോയിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള ദുരിതത്തിൽ പോയിരുന്നു. അവിടെ വെച്ചൊരു കൊടുങ്കാറ്റടിച്ചു. അപ്പോൾ നീ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചു. ഞാനും എന്ത് ചെയ്തു? ഉത്തരം പറയില്ല. ഞാനും ചിരിച്ചു. എന്നിട്ട് പറയണം, നീ എന്നെ ജാഗ്രതയോടെ അന്വേഷിച്ചു. ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നല്ലേ? എല്ലാവരും ജാഗ്രതയോടെ അന്വേഷിക്കുന്നു.
ചിലർ ജാഗ്രത അന്വേഷിക്കുന്ന സാഹചര്യം കാറ്റ് വരണം, വെള്ളം കയറണം, മരണഭയം വരണം. അപ്പോൾ ചിലർ ജാഗ്രതയോടെ വിളിക്കുന്നു. നമുക്ക് തോന്നുന്നു ഇതുപോലെ ഭക്തിയുള്ള ഒരു മനുഷ്യൻ വേറെ കാണുമ്പോൾ ദൈവത്തിലെ അത് ഭക്തിയല്ല, ഭയമാണ്. ഇവരിങ്ങനെ കരഞ്ഞു നിലവിളിക്കുമ്പോ കർത്താവ് ഉണ്ടാവാതെ നമ്മൾ കൂട്ട പ്രാർത്ഥന നടത്തിയാൽ ദൈവം അനുഗ്രഹം. അപ്പോഴേയും ഇതിനെ എഴുതി പോകും. കുറെ ദിവസത്തിന് മുമ്പ് ഞാൻ അവന്റെ കുറെ നടന്നു. ഞാൻ കൈകിട്ടില്ല, എന്റെ കയ്യിൽ നിസ്സാരമാക്കി പറയണം. മനസ്സിലാവുന്നുണ്ടോ? ദാവീദിന് കാര്യം മനസ്സിലായി. അമ്മയെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ദൈവത്തിന് അങ്ങോട്ട് വെളിപ്പാട് കൊടുത്തിട്ട് കാര്യമൊന്നും. അടുത്ത വാക്യം. ഒരു കാര്യം ദാവീദ് പറയാണ്, അന്തരംഗത്തിലെ വാക്യം, അന്തരംഗത്തിലെ സത്യമല്ലയോ പ്ലേറ്റ് ഒന്ന് മാറ്റി. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, അതൊക്കെ കാര്യങ്ങളൊന്നും ഒരു അനക്കവും. പക്ഷെ ദൈവത്തെ അനക്കുന്നത് അതേയും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, അന്തരംഗത്തിലെ സത്യം. അന്തർഭാഗ സത്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥ കാര്യവും കാര്യസഹിതവും സത്യമാണോ കള്ളമാണോ എവിടെ ഇരിക്കും. പുള്ളിക്കാരന്റെ സറണ്ടറിങ് ഉണ്ടോ കാര്യം മനസ്സിലായി. ഈ അകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നാണ്. അതിനെ ദൈവത്തിന്റെ മുമ്പാകെ എന്താണ് ഏറ്റു പറയും. അടുത്ത് വെച്ച് ഒരു വാക്യത്തിൽ അന്തരംഗത്തിൽ എനിക്ക് ഭക്തി ഇല്ലാതെ എന്റെ അകത്ത് എന്ത് വന്നില്ല, സ്നേഹം വന്നില്ല, ദൈവ ഭക്തി വന്നില്ല. വന്നിരുന്നു എങ്കിൽ പലപ്പോഴും ഞാൻ ഈ കൈതെറ്റി പോകുന്ന ആടെ മനസ്സിലായോ, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ സത്യം അകത്ത് കടന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുമോ, നിരസിക്കോ? ശരിയല്ലേ? ഒറിജിനൽ സ്നേഹം ഒരിക്കലും പാപം ചെയ്യില്ല. സന്തോഷം കിട്ടാനാണ് എവിടെ പോയത്? വിട്ടുപോയതല്ലേ? എവിടെ പോയത്? സന്തോഷം കിട്ടാൻ വേണ്ടി വർഷപേരെടുത്ത് പോയി. ഉള്ള സന്തോഷം പോയി. എത്രകൾക്ക് മനസ്സിലായി? ചില ബർശേബമാരും ചില ദാവീദുമാരും സന്തോഷത്തെ കെട്ടിക്കളെ. അപ്പൊ സന്തോഷം പോയി. അടുത്തെന്താണ് സന്തോഷവും? സന്തോഷവും ആനന്ദവും. കണ്ടോ, ഉള്ളോട് ആനന്ദം കിട്ടാൻ വേണ്ടി പോയതാണ്. ഉള്ള ആനന്ദവും പോയി, സമാധാനം പോയി, സന്തോഷവും പോയി. ഇപ്പൊ അസ്ഥിയെല്ലാം ഒടിഞ്ഞു പോയി. 32 സംഖ്യത്തിൽ ചേർത്ത് വായിക്കാം. ഇപ്പൊ അസ്ഥി എന്ത് ചെയ്തു പോയി? ഒടിഞ്ഞ അവസ്ഥയിലായി. ദാവീദിന് തന്നെ നോക്കുമ്പോ രാജാവാണെന്നൊരു സംശയം. രാജ്യത്തൊക്കെ പോയ ഒരു അവസ്ഥ, അവസ്ഥ പോലെ ഈ അകത്തെ അസ്ഥികള് വ്യഭിചാര പാപത്തിന്റെ ആഴം ഒക്കെ പറയുക. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് അപ്പോയിട്ടൊന്നും ചെയ്യുന്നില്ല. ചില 92 കാര്യം ഓർപ്പിക്കുന്ന സ്പീഡ് വേണം. ഇത്ര ക്ലാരിറ്റി ഉച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ 10ാം ക്ലാസ്സിൽ 100 മാർക്ക് വാങ്ങിക്കാം. ഓർമ്മ തരുന്നില്ല. എന്താ പറയണ്ടേ? ഒന്നും ഓർമ്മയില്ല. വേണ്ടാത്തത് കൃത്യമായി ഓർമ്മ. മെമ്മറി ഷാർപ്പാണ്. ആരെങ്കിലും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പരിശോധിച്ചാൽ മതി. വേണ്ടാത്തത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മെമ്മറി നമ്മളെക്കാൾ ഷാർപ്പ്. അടുത്ത വാക്യം. ഇത് പറയാണ്, എന്റെ പാപം കർത്താവേ നീ കണക്കിട്ടാൽ ഒരിക്കലും ഞാൻ മടങ്ങി വരിക. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നില്ലേ, കർത്താവേ ശരിയാണ്, നമ്മൾ ചെയ്ത പാപങ്ങളും നമ്മളുടെ ഹൃദയം ചെയ്തു പോയ പാപങ്ങളും ദൈവം കണക്കിട്ടുന്നു എങ്കിൽ നമ്മളുടെ പ്രവൃത്തി കാരണം നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിലെത്തും. മനസ്സിലായോ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവേ പുത്രന്റെ സ്ഥാനത്തേക്ക് നമ്മളെ അവരോധിക്കുമ്പോ, അവൻ പുത്രന്റെ സ്ഥാനത്തേക്ക് നമ്മളെ വയ്ക്കുമ്പോ, ഇരുത്തുമ്പോ നമ്മളുടെ നീതി എത്തി. അടുത്ത ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് പുതുക്കണമേ.
അദ്ദേഹം പറയാണ്, എന്റെ ഹൃദയം നിർമ്മലത ഇല്ലാത്തത്. സമ്മതിക്കുക, ഞാൻ കള്ളൻ, ഞാൻ കള്ളപ്പ ചെയ്തുകൂടി, പാവം ചെയ്തുകൂടി. പക്ഷെ ഇത് ഹൃദയത്തിൽ നിന്നാ പറയുന്നത്. അപ്പൊ നിന്റെ ഹൃദയം നിർമ്മല ഹൃദയം, നിന്നിലുള്ളത് പോലും എനിക്ക് എന്ത് ചെയ്യണം? എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ ഞാൻ പ്രവചന നിവൃത്തി നടന്നു. ഹല്ലേലൂയ. അടുത്ത ദൈവമേ, നിർമ്മല ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയേണ്ടുന്ന പാപമാണ് ഞാൻ ചെയ്തതെന്ന് ആ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞു. ശരിയാണല്ലോ, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടേണ്ടുന്ന ഒരു പാപമാണ് എന്റെ കയ്യിൽ ഇട്ടത്. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, തള്ളിക്കളയുന്നത്. അടുത്ത, നിന്റെ ആത്മാവിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റരുതേ. കാരണം കണ്ടോ, നിന്റെ ആത്മാവെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷവും ആനന്ദവും ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം എനിക്ക് ഇപ്പൊ ഒരു വാക്ക് കേട്ടു ചാട്ടം ചാടി പോയി കുരുങ്ങി. ഇങ്ങനെ നിബന്ധനയുണ്ട് ദൈവത്തിന് മുമ്പിൽ. അപ്പൊ നല്ല ബോധത്തോടെ സ്നേഹത്തോടെ കുറെ നിബന്ധനകൾ ഇട്ട് കർത്താവിന്റെ ഉടമ്പടികളാണ് വിശ്വസിക്കുന്നതോടെ ഞാൻ പറയും. ഇങ്ങനെ ഉടമ്പടിയാണ്. അപ്പൊ പാപം ചെയ്യാനുള്ള ഒരു സംഭവം പിശാച് ഒരുക്കിയ ഞാൻ ഒരുക്കിയാൽ പോലും പ്രാർത്ഥിച്ചു. പലപ്പോഴും നിങ്ങൾ നനഞ്ഞ കോഴി പോലെ തന്നെ തക്ക സമയത്ത്, കാരണം സിൻസിയർ ആയിട്ടായിരിക്കണം പറയാം. പാപം പിശാചിന്റെ മുന്നിൽ ചെയ്യിക്കൊണ്ട് എത്ര ടെംപ്റ്റേഷൻ കൊണ്ടുവന്നാലും ഈ ഞാൻ പാപം ചെയ്യാൻ പുറപ്പെട്ടാലും കൊടുക്കില്ല. കാരണം ഇപ്പൊ പറയാൻ ധൈര്യമുണ്ട്, എന്ത് പാവാണെന്ന് അറിയത്തില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാലേ. കാരണം ശിശുവിനെ പോലെ ദൈവസന്നിധി ഇന്നിവിടെ നിന്ന് ഉടമ്പടി വെച്ചു. ആവശ്യമില്ലാത്ത വഴികളിലൊക്കെ എല്ലാത്തിന്റെ അടപ്പ്. അമേ ധൈര്യം ദൈവത്തിന്റെ സന്നിധി പറയും. ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു. അമേ മരിച്ചവനെ പോലെ ചില സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതി. വിശ്വസിക്കുന്ന കഷ്ടത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും നഷ്ടമല്ല. നമ്മുടെ ഈ പടി കടന്ന് അപ്പുറത്തെത്തുമ്പോ ആവേ വീഴാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വരും. എന്നാലും നിഷ്ഠാഞ്ചി പറയും, എനിക്ക് പാപം ചെയ്യാമായിരുന്നു, ആ സൂമിന് കിട്ടുമോ? പേടിക്കണ്ട, അപ്പുറത്തെത്തുമ്പോ വീണ്ടും അതിനോർത്ത് നിങ്ങൾ ഭാരപ്പെടണം. പക്ഷെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കത്തില്ല. അമ്മേ അടുത്തത്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. എന്നിട്ട് സുവിശേഷം ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിലും കർത്താവെ സറണ്ടർ ചെയ്യുന്നു. ഞാൻ ഇത് സുവിശേഷം ചെയ്ത് മാറും മര്യാദ തിന്നോളാം. ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ആ ഒരു തെറ്റിന് നിന്റെ ആത്മാവ് എന്നെ വിട്ട് പോയതുപോലെ നിൽക്കും. നിന്റെ ഹിതപ്രകാരമല്ല നിന്റെ പ്രവൃത്തികൾ എത്തുന്നതുപോലെ നിൽക്കും. ദൈവമേ, നിന്റെ ഹിതപ്രകാരമാകേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു വാക്യം മാത്രം ഞാൻ എടുക്കുന്നു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. പാപം ചെയ്തതിലല്ല, വീണു പോയതിലല്ല, പക്ഷെ നിന്റെ അന്തർഭാഗത്ത് കയറി വരാൻ സ്വർഗീയ നല്ല പിതാവേ, അന്തർഭാഗത്ത് സത്യമല്ലയോ നീ ഇച്ഛിക്കുന്നത്. നിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ എന്നെ പഠിപ്പിക്കണം. നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണം. നിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകാൻ എന്നെ പഠിപ്പിക്കണം. എന്റെ പാപങ്ങളും അകൃത്യങ്ങളും എന്റെ മുമ്പിലുണ്ട്. എന്റെ ലംഘനങ്ങൾ എന്റെ മുമ്പിലുണ്ട്. അകന്നു പോകാൻ നിത്യജീവന്റെ അവകാശിയായി തീരാൻ അന്ന് നിത്യദൈവവും സത്യദൈവവും നിത്യപിതാവും സത്യപിതാവുമായിട്ട് നീ വാഴുന്നത്. നിങ്ങളുടെ നാമം എന്റെ മേൽ വിശുദ്ധീകരിക്കപ്പെടുമാറാകും.
അങ്ങ് നല്ലവനായ ദൈവം, നിത്യപിതാവായ ദൈവം, സത്യദൈവം, ആനന്ദത്തോടെ കർത്തൃസന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള ദൈവം, മഹോന്നതനായ ദൈവം, ഉന്നതനായ ദൈവം. അപ്പാ, അങ്ങ് ഞങ്ങൾ വെളിപ്പെടുകയും അങ്ങയുടെ ആലയമായി ഞങ്ങളുടെ ശരീരത്തെ ഒരുക്കുകയും ഞങ്ങളിൽ നിന്ന് അകന്നു പോകാതെ ഞങ്ങളെ താൻ താഴ്ത്തി ബലപ്പെടുകയും ചെയ്യേണ്ടതിന് അപേക്ഷിക്കുന്നപ്പ ഇന്ന് ഈ ഉപവാസത്തിലപ്പ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ മുമ്പാകെ താഴ്ച ഞങ്ങളുടെ മഹത്വമുള്ള നാമം ഇന്നേക്ക് ഞങ്ങളുടെ പേര് വായുമാറാകുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.